الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين آمنوا واتبعتهم ذريتهم بإيمان ألحقنا بهم ذريتهم وما ألتنا من عملهم من شيء كل امرئ بما كسب رهين. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പരമകാരുണികൻ കരുണാനിധിയുമായ പടച്ചവന്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ശ്രദ്ധാപൂർവം സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പുതിയ ഒരു അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് നാം ഓരോരുത്തരും. ദിവസങ്ങൾ കഴിയുമ്പോൾ വിദ്യാലയങ്ങളെല്ലാം ഉണരുകയാണ്. ദിവസങ്ങളോളം, ആഴ്ചകളോളം പൂത്തുമ്പികളെപ്പോലെ പാറിക്കളിച്ചിരുന്ന നമ്മുടെ കുട്ടികൾ അവരുടെ ആർപ്പുവിളികൾക്ക് വിരാമമാവുകയാണ്. അവർ വിദ്യാലയങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ ഒരുങ്ങുകയാണ്. രക്ഷിതാക്കളായ ആളുകൾ അവർക്ക് പുതിയ അഡ്മിഷൻ നേടേണ്ടതുണ്ടെങ്കിൽ അത് നേടുവാനും അവർക്ക് വേണ്ടിയുള്ള പഠനോപകരണങ്ങൾ ഒരുക്കുവാനുമുള്ള തിരക്കിലാണ്. വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെയും മഹത്വത്തെയും സംബന്ധിച്ച് ഇന്ന് ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ടുന്ന ഒരാവശ്യമില്ല. മുൻകാലങ്ങളിൽ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ആളുകൾ വിദ്യാഭ്യാസവുമായി തീരെ അടുപ്പമില്ലാത്തവരായിരുന്നു. നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ ശ്രമഫലമായി കൊണ്ട് മതരംഗത്തുള്ള വിദ്യാഭ്യാസത്തിലേക്കും ഭൗതിക മേഖലയിലുള്ള വിദ്യാഭ്യാസങ്ങളിലേക്കുമെല്ലാം വളരെയധികം അടുത്തവരായി ഇന്ന് ആ സമൂഹവും മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇക്കഴിഞ്ഞ +2 പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ A+ നേടിയിട്ടുള്ളത് മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിലാണ് എന്ന് റിസൾട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുള്ള സമയങ്ങളിൽ നാം മനസ്സിലാക്കിയിട്ടുള്ള കാര്യവുമാണ്. ഒരു രക്ഷിതാവ് എന്ന നിലയിൽ നമ്മുടെ മക്കൾക്ക് നൽകുവാൻ പറ്റുന്ന ഏറ്റവും വിലപിടിപ്പുള്ള ഒരു ഗിഫ്റ്റ്, ഒരു സമ്മാനം എന്ന് പറയുന്നത്
കാലഘട്ടത്തിന് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസം അവർക്ക് നേടിക്കൊടുക്കുക എന്നതും ഇന്ന് സമൂഹം തിരിച്ചറിഞ്ഞിട്ടുള്ള കാര്യമാണ്. വിദ്യാഭ്യാസത്തിന് ഒരു പ്രത്യേക കാലഘട്ടമില്ല. കലാലയങ്ങളിൽ പോയി കോളേജുകളിൽ പോയി പഠിക്കുക എന്ന ഒരു ഔപചാരികതയും അതിനില്ല. ജീവിതം മുഴുക്കെ വിദ്യ നേടുവാനുള്ള അവസരമാണ് എന്നാണ് ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ലൈഫ് ലോങ് ലേണിംഗ്, ജീവിതം എന്നത് തുടർച്ചയായിട്ടുള്ള ജീവിതകാലം മുഴുക്കെയുള്ള വിദ്യാഭ്യാസമാണ് എന്നതും എല്ലാവരും ഉൾക്കൊണ്ടിട്ടുള്ള കാര്യമാണ്. അതുപോലെ വിദ്യാഭ്യാസത്തിന് ലക്ഷ്യവും മാർഗവുമുണ്ട്. വെറുതെ എന്തെങ്കിലും പഠിക്കുകയോ എന്തെങ്കിലും എഴുതി കുറിക്കുകയോ ചെയ്യുക എന്നതിനപ്പുറം വിദ്യാഭ്യാസത്തിന് കൃത്യമായ ലക്ഷ്യവുമുണ്ട്. ഗാന്ധിജി പറഞ്ഞിട്ടുള്ള വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് നാനോന്മുഖമായ വികസനമാണ് എന്ന നിർവചനമടക്കം ഒരുപാട് സാമൂഹ്യവും വ്യക്തിപരവുമായിട്ടുള്ള നിർവചനങ്ങൾ വിദ്യാഭ്യാസത്തിന് പല ആളുകളും വിദ്യാഭ്യാസ വിചക്ഷണന്മാർ നൽകിയിട്ടുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ വിദ്യ പ്ലസ് അഭ്യാസം എന്നാണ്. വിദ്യയെ അഭ്യസിക്കുക എന്നാണ്. അഭ്യാസം എന്ന് പറഞ്ഞാൽ അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് പ്രാക്ടീസ് എന്നാണ്. അഥവാ വിദ്യ പഠിക്കുക എന്നല്ല, അറിവ് പഠിക്കുക എന്നല്ല, അത് പ്രാക്ടീസ് ചെയ്യുക എന്നതാണ്. പഠിക്കുന്ന വിദ്യ ജീവിതത്തിലൂടെ ഉണ്ടാവുക, ജീവിതത്തിൽ അതിൻ്റെ പ്രതിഫലനമുണ്ടാവുക എന്നതാണ്. വിദ്യാഭ്യാസത്തിലൂടെ ഒരു വിദ്യാർത്ഥിയെ, ഒരു പഠിതാവിനെ പൂർണ്ണനായ ഒരു വ്യക്തിയാക്കി തീർക്കുക, അഥവാ പൂർണ്ണനായ ഒരു മനുഷ്യനാക്കി തീർക്കുക. മനുഷ്യത്വത്തോടുകൂടി, മൂല്യത്തോടുകൂടി, സനാതന മൂല്യങ്ങളോടുകൂടി, ധാർമ്മിക ചിന്തയോടുകൂടി മനുഷ്യർക്കിടയിൽ ജീവിക്കുന്ന പൂർണ്ണനായ ഒരു മനുഷ്യനാക്കി തീർക്കുക എന്ന കർത്തവ്യമാണ് വിദ്യാഭ്യാസത്തിലൂടെ നേടിയെടുക്കേണ്ടത് എന്നതും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. ഒരു തേനീച്ചയെ പോലെയാണ് വിദ്യാർത്ഥികൾ എന്നാണ് ആളുകൾ പറയുന്നത്. അഥവാ നാഴികകൾ താണ്ടി പൂക്കളിലൂടെ പറന്ന് അതിൽ നിന്ന് പൂമ്പൊടികൾ മധു ശേഖരിക്കുകയും എന്നിട്ട് ആ പൂമ്പൊടികളെ തേനാക്കി മാറ്റുകയും ചെയ്യുക എന്ന ശ്രമകരമായ ജോലിയാണ് ഓരോ തേനീച്ചയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൂക്കളിൽ നിന്ന് തേനല്ല തേനീച്ചകൾ ശേഖരിക്കുന്നത്, മറിച്ച് അതിൻ്റെ പൂമ്പൊടികളാണ്. അതിൽ നിന്ന് പിന്നീട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടാണ്, പ്രത്യേകിച്ച് ആ പൂമ്പൊടികളുമായി പോരുന്ന തേനീച്ചകൾ കാറ്റിന് അഭിമുഖമായി നിൽക്കുകയും പലവട്ടം താൻ ശേഖരിച്ച മധു വിഴുങ്ങുകയും വീണ്ടും പുറത്തേക്കെടുക്കുകയും എന്നിട്ട് കാറ്റിന് അഭിമുഖമായി നിൽക്കുകയും അതിൽ പറ്റിപ്പിടിച്ചിട്ടുള്ള ജലാംശം പൂർണ്ണമായും വറ്റിച്ചു കളയുകയും ചെയ്തതിന് ശേഷമാണ് തൻ്റെ ഷഡ്ഭുജ രൂപത്തിലുള്ള കൂടുകളുടെ ആ അറകളിൽ അതിനെ നിക്ഷേപിക്കുന്നത്. പിന്നീട് ദിവസങ്ങൾ കഴിയുമ്പോൾ അതിൻ്റെ പല രൂപത്തിലുള്ള അത്ഭുതകരമായ പ്രവർത്തനങ്ങളിലൂടെ വളരെ നല്ല രൂപത്തിലുള്ള രോഗങ്ങൾക്ക് വരെ ശമനമെന്ന് ഖുർആൻ പറഞ്ഞ ആ തേനായി അത് രൂപാന്തരപ്പെടുകയാണ്. ഇതുപോലെയാണ് പല സ്കൂളുകളിലൂടെ, കലാലയങ്ങളിലൂടെ, കോളേജുകളിലൂടെ, പുസ്തകങ്ങളിലൂടെ, റിസർച്ചുകളിലൂടെ, അന്വേഷണങ്ങളിലൂടെ എല്ലാം നേടിയെടുക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ ഓരോ അറ്റങ്ങളും അതെല്ലാം കൂടിച്ചേരുന്ന സമയത്ത് ഇതിനെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു മനുഷ്യനെ പണിയുകയാണ്, ഒരു മനുഷ്യനെ ഉണ്ടാക്കുകയാണ് വിദ്യാഭ്യാസത്തിലൂടെ ചെയ്യുന്നത് എന്ന് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ ഭാഗങ്ങളൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല, സൂചനകൾ മാത്രമാണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഇനി നാം മനസ്സിലാക്കുവാനുള്ളത് നമ്മുടെ മദ്രസകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. മദ്രസകളും ഈ പറഞ്ഞ രൂപത്തിൽ തന്നെ ഒരു പുതുവത്സരത്തിന് വേണ്ടി പുതുവത്സരമായി കൊണ്ട് അവരും രംഗത്തേക്ക് വരുന്നുണ്ട്. മദ്രസകളിലും തുറന്ന് പ്രവർത്തിക്കുവാൻ തുടങ്ങുകയാണ്. ആ മദ്രസകളിൽ നിന്ന് ലഭിക്കുന്ന പാഠങ്ങൾ എന്ന് പറയുന്നത് അത് സാധാരണഗതിയിലുള്ള പാഠങ്ങളല്ല, അത് ജീവിത പാഠങ്ങളാണ്.
ജീവിതത്തിൻ്റെ അവന്റെ കുട്ടിക്കാലം തൊട്ട് അവന്റെ ജീവിതം അവസാനിക്കുന്നത് വരെയുള്ള ജീവിത പാഠങ്ങളാണ് മദ്രസകളിൽ വെച്ച് അവന് ലഭിക്കുന്നത്. വ്യക്തിതലം തൊട്ട്, കുടുംബതലം തൊട്ട്, സാമൂഹ്യ ജീവിതം തൊട്ട്, അവന്റെ അയൽപക്ക ബന്ധം, കുടുംബ ബന്ധം, മറ്റു ഓരോ ബന്ധങ്ങളും, സാമ്പത്തിക ക്രയവിക്രയങ്ങളും, ഇങ്ങനെയുള്ള ഓരോ മേഖലകളിലേക്കും ആവശ്യമായിട്ടുള്ള ജീവിതത്തിൽ പകർത്തുകയും പുലർത്തുകയും ചെയ്യേണ്ടുന്ന വിലപ്പെട്ട പാഠങ്ങളാണ് മദ്രസകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ആ മദ്രസകളിലുള്ള പഠനത്തിലൂടെയാണ് നാം അറിയുന്നത് മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച്. ഒരു കോഴിക്കുഞ്ഞ് മുട്ടയിൽ നിന്ന് വിരിഞ്ഞ് പുറത്തേക്ക് വന്നാൽ ആ കോഴിമുട്ടയുടെ തോടുമായിട്ടുള്ള ബന്ധം പോലെയല്ല എന്റെ മാതാപിതാക്കളുമായി എനിക്ക് ബന്ധമുള്ളത് എന്ന് ഒരാൾ പഠിക്കുന്നത് മദ്രസയിൽ വെച്ചുകൊണ്ടാണ്. അതുപോലെ തന്നെ തൻ്റെ അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോ ഞാൻ വയറു നിറച്ച് ഉണ്ണുന്നവനായാൽ ഞാനൊരു വിശ്വാസിയാവുകയില്ല എന്നവൻ പഠിക്കുന്നത് മദ്രസയിൽ വെച്ചുകൊണ്ടാണ്. ആ അയൽപക്ക ബന്ധവും സുഹൃത്ത് ബന്ധവും അതുപോലെ തന്നെ സാമൂഹ്യ ബന്ധങ്ങളിൽ നാം പാലിക്കേണ്ടുന്ന ഓരോ കാര്യവും നാം പഠിക്കുന്നത് അത് മദ്രസകളിൽ വെച്ചാണ്. അത് ജീവിതത്തിൽ പകർത്തുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടതാണ്. എന്നാൽ നാം പഠിക്കുന്ന, മനസ്സിലാക്കുന്ന, ഭൗതിക വിദ്യാഭ്യാസം നേടുന്ന കലാലയങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ, ആ അറിവുകൾ അവന്റെ ജീവിതഗന്ധിയായ അറിവുകളല്ല. മദ്രസകളിൽ നിന്ന് കിട്ടുന്നത് ജീവിതഗന്ധിയായ അവന്റെ ശ്വാസോച്ഛ്വാസം പോലെ അവന്റെ കൂടെ എപ്പോഴും ഉണ്ടാവേണ്ട അറിവുകളാണ്. എന്നാൽ അവൻ പഠിക്കുന്ന ഭൗതിക പാഠശാലകളിൽ ഇത് ലഭിക്കണമെന്നില്ല. അത് ലഭിക്കുക എന്നത് ആ കരിക്കുലത്തിന്റെ ലക്ഷ്യവുമല്ല. അതിന്റെ കരിക്കുലത്തിന്റെ ഫ്രെയിമിൽ അവിടെ ധാർമ്മികത എന്ന ഒരു ചിന്തയില്ല. ആ രൂപത്തിൽ മനുഷ്യനെ ഊട്ടപ്പെടുക, അവനെ നന്നാക്കി തീർക്കുക എന്ന ലക്ഷ്യമില്ല. അവിടെ പഠിക്കുന്നത് H2O എന്ന് പറയുമ്പോൾ അതിന്റെ രാസഘടനയാണ് അവൻ പഠിക്കുന്നത്. 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും ചേർന്നാൽ വെള്ളമുണ്ടാകും എന്നവൻ പഠിക്കുന്നുണ്ട്. എന്നാൽ ആ പഠനം അതിന്റെ ഭൗതികമായ മേഖല മാത്രമേ ആകുന്നുള്ളൂ. അവിടെ മതം ചെയ്യുന്നത് ഈ H2O എന്നതാണ് രാസഘടന എന്ന് പഠിക്കുന്നതോടുകൂടി തന്നെ, ആ സമവാക്യം മനസ്സിലാക്കുന്നതോടുകൂടി തന്നെ ഈ വെള്ളം ദാഹിച്ചു വലഞ്ഞത് ഒരു പട്ടിയായിരുന്നാൽ പോലും ആ പട്ടിക്ക് നൽകുന്നത് പുണ്യമാണ് എന്ന് പറയുന്ന ഒരു ധാർമ്മിക ഭാഗം കൂടി മദ്രസകളിൽ നിന്ന്, മതവിദ്യാഭ്യാസ മേഖലകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഒരു ആപ്പിൾ അതൊരു ലബോറട്ടറിയിൽ വെച്ചുകൊണ്ട് പരിശോധിച്ചിട്ടുണ്ട് എങ്കിൽ അതിൽ എത്രമാത്രം വൈറ്റമിനുകളുണ്ട്, പ്രോട്ടീനുകളുണ്ട്, ശരീരത്തിന് എത്രമാത്രം അത് ഉപകരിക്കും അല്ലെങ്കിൽ അപകടം ചെയ്യും എന്നതൊക്കെ ആ ലബോറട്ടറിയുടെ പഠനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഒരു ആപ്പിൾ പരിശോധനയ്ക്ക് വേണ്ടി വെട്ടിക്കേറി തുണ്ടമാക്കിയിട്ടുണ്ട് എങ്കിൽ വിശന്ന് വലിഞ്ഞിട്ടുള്ള ഒരു മനുഷ്യന് അത് നൽകുക എന്നത് പുണ്യമാണ് എന്നത് മതത്തിന്റെ വിഷയമാണ്. എന്നാൽ ഭൗതിക കരിക്കുലത്തിൽ അങ്ങനെയൊരു വിഷയമേ ഇല്ല. ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം, നമ്മൾ മദ്രസകളിൽ വെച്ചുകൊണ്ട് പഠിക്കുന്നത്, ആ പഠിക്കുന്ന വിഷയങ്ങളിൽ മാനുഷികമായി നമ്മുടെ ജീവിതത്തെ മരണം വരെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന നിർദ്ദേശമുണ്ട്. ജീവിതഗതിയായിട്ടുള്ള അതിന്റെ അവസ്ഥകളുണ്ട്. ഭൗതികമായ നമ്മുടെ മേഖലകളിൽ, വിദ്യാഭ്യാസത്തിന്റെ മേഖലകളിൽ അത് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അത് മാത്രവുമല്ല, അതിന്റെ മറ്റൊരു വശം കിടക്കുന്നത് SSLC ആവുന്നത് വരെ എല്ലാ വിഷയങ്ങളും പഠിച്ചു മുന്നോട്ട് പോയിട്ടുള്ള, ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നാലും അല്ലെങ്കിലും അങ്ങനെ പഠിച്ചു വിജയിച്ചിട്ടുള്ള ഒരു കുട്ടി, ആ കുട്ടി +2 ചേരുമ്പോ ഒന്നുകിൽ ആ കുട്ടി സയൻസ് എടുക്കുന്നു, അല്ലെങ്കിൽ കൊമേഴ്സ് എടുക്കുന്നു, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുക്കുന്നു. സയൻസ് എടുത്ത കുട്ടി ആ സയൻസുമായി ബന്ധപ്പെട്ടുള്ള പഠനത്തിലൂടെ അവൻ മുന്നോട്ട് നീങ്ങുകയാണ്. അവന് മാത്തമാറ്റിക്സിനെ കുറിച്ച് അറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, ചരിത്രബോധം അവൻ അറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. കാരണം അവൻ ആ സയൻസ് വിഷയവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഹ്യൂമാനിറ്റീസ് എടുത്ത കുട്ടിക്ക് ശാസ്ത്രബോധമില്ലെങ്കിൽ, കണക്കിനെ കുറിച്ച് അറിഞ്ഞില്ലെങ്കിൽ പ്രശ്നമില്ല. അഥവാ അവൻ പഠിക്കുന്ന മേഖല ഏതാണോ ആ മേഖലയുമായി മുന്നോട്ട് പോവുകയാണ് അവൻ ചെയ്യുന്നത്. ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ മേഖലയിൽ ഇത്തരത്തിലുള്ള എല്ലാ ന്യൂനതകളും പോരായ്മകളും മതവിഷയവുമായി താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട്
മദ്രസകൾ എന്ന് പറയുന്നത്, മതവിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. നമ്മെ ഇപ്പോഴും അഥവാ ഈ സദസ്സിലുള്ള ഈ ശബ്ദം കേൾക്കുന്ന ആളുകളെ ഇപ്പോഴും ജമാഅത്തുകളിലേക്ക് എത്തിക്കുന്നത്, ജുമാകളിലേക്ക് എത്തിക്കുന്നത്, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്നത് അവരുടെ മദ്രസ പഠനകാലമാണ്. അവരുടെ മദ്രസ പഠനകാലമാണ്. കാരണം അതിനുശേഷം പലരും സ്കൂളുകളിൽ പോയി, അറബിക് കോളേജുകളിൽ പോയി, യൂണിവേഴ്സിറ്റികളിൽ പോയി ഒന്നും പഠിച്ചിട്ടില്ല. അവർക്ക് പ്രചോദനമാകുന്നത്, അവർക്ക് ഊർജമാകുന്നത്, അവർക്ക് ശക്തിയാകുന്നത് അവർ ആദ്യകാലം തൊട്ട് മദ്രസകളിൽ വെച്ചുകൊണ്ട് പഠിച്ചിട്ടുള്ള ആ കാര്യങ്ങളാണ് അവർക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ടാണ് നമസ്കാരത്തിലേക്കും നോമ്പിലേക്കും മറ്റ് അമലുകളിലേക്കും അന്ന് പഠിച്ചിട്ടുള്ള മനസ്സിലാക്കിയിട്ടുള്ള ആ ഓർമ്മകളും അതിന് ബലം നൽകുന്ന വിധത്തിൽ പിന്നീട് പല ക്ലാസുകളും പല പഠനങ്ങളുമായി നമ്മൾ നടത്തിയിട്ടുള്ള കാര്യങ്ങളും നമ്മെ നന്മയുടെ വഴികളിലേക്ക്, ഇബാദത്തുകളിലേക്ക്, സൽപ്രവർത്തനങ്ങളിലേക്ക് നമ്മെ എത്തിക്കുന്നത് എന്ന കാര്യവും നാം വിസ്മരിച്ചുകൂടാ. അഥവാ മദ്രസ പഠനം എന്നത് ചില്ലറയല്ല, നാം അവഗണിക്കപ്പെടേണ്ടുന്ന ഒരു കാര്യമല്ല, നാം വിലയില്ലാതെ തള്ളിക്കളയേണ്ടുന്ന ഒരു കാര്യമല്ല. ആ കാര്യമാണ് മരണം വരെ നമ്മെ തുണച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്, നമുക്ക് ശക്തിയായി മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് കാലത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള ആ മദ്രസയിൽ വെച്ചുകൊണ്ട് പഠിച്ച പഠനമാണ്. അതുപോലെ മരണം വരെയല്ല, മരിച്ചതിന് ശേഷവും നമുക്ക് തുണയാകുന്നത് ആ മദ്രസയിൽ പഠിച്ച പഠനമാണ്. മരിച്ചതിന് ശേഷവും നമുക്ക് തുണയാവുന്നത് അതാണ്. എന്നാൽ ഭൗതിക വിദ്യാഭ്യാസത്തിന് മാത്രം, ഭൗതിക വിദ്യാഭ്യാസം കാലഘട്ടത്തിനനുസരിച്ച് കൊണ്ട് ആവശ്യമാണ്, പഠിക്കേണ്ടതാണ്, ആർജിക്കേണ്ടതാണ്. എല്ലാ ജോലികളും തസ്തികളും എല്ലാ മേഖലകളിലും ഈ സമുദായത്തിൽപ്പെട്ട ആളുകളും എത്തിച്ചേരേണ്ടതാണ് എന്ന കാര്യത്തിൽ ലവലേശം സംശയമില്ല. എല്ലാം നേടിയെടുക്കേണ്ടത് തന്നെയാണ്. എന്നാൽ ആ ഓട്ടത്തിനിടയിൽ ആ ഭൗതിക വിദ്യാഭ്യാസവും സർട്ടിഫിക്കറ്റുകളുടെ അക്ഷരക്കൂട്ടങ്ങളും കരസ്ഥമാക്കുന്നതിനിടയിൽ മതത്തെക്കുറിച്ച് ബോധമില്ലാതെയാവുകയും മദ്രസ പഠനത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുകയും ചെയ്താലുള്ള അപകടം, ആ അപകടം നാം തിരിച്ചറിയേണ്ടതുണ്ട്. നാം ചിലപ്പോ ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ് എത്തുമ്പോഴേക്ക് ചിലപ്പോ കുട്ടികൾ മദ്രസ നിർത്തും. മദ്രസ നിർത്തുന്ന സമയത്ത് നാം വീട്ടിലേക്ക് അന്വേഷിക്കും, വീട്ടിൽ ഉമ്മയെ വിളിച്ചുകൊണ്ട് അന്വേഷിക്കും. അവർ പറയും, ഞാൻ കുറെ പറഞ്ഞു നോക്കി. എന്നിട്ട് എന്താ അവൻ പറയുന്നത്? അവൻ സ്കൂളിൽ അവൻ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പോകുന്നത്, ഒരുപാട് പ്രൊജക്റ്റുകളുണ്ട്, ഒരുപാട് അസൈൻമെന്റുകളുണ്ട്, ഇതെല്ലാം കൂടി എഴുതാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇനി മദ്രസ പോകുന്നില്ല. ഞാൻ കുറെ നിർബന്ധിച്ച് അവൻ പോരുന്നില്ല, ഞാൻ എന്താ കാട്ടുക എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉമ്മ കൈമലർത്തുന്നു. ആ ഉമ്മ ഗൾഫിലുള്ള അല്ലെങ്കിൽ വിദേശത്തുള്ള വാപ്പാനെ വിളിച്ചുകൊണ്ട് വിവരം പറയുന്നു. വിവരം പറഞ്ഞിട്ട് ഇങ്ങനൊക്കെ പറഞ്ഞിട്ടും നിർബന്ധിച്ചു പോയില്ലെങ്കിൽ ഇവിടെ കിടക്കുന്ന ഞാൻ എന്താ കാട്ടുക, ഉമ്മ ബാപ്പാക്കും ഒന്നും കാട്ടാനില്ല. അങ്ങനെ കുട്ടി ആ 4ാം ക്ലാസ്സിൽ വെച്ച് 5ാം ക്ലാസ്സിൽ പഠനം നിർത്തി, മദ്രസ നിർത്തി. അവൻ സ്കൂളിൽ പോയി നന്നായി പഠിച്ചു, SSLCക്ക് ഫുൾ A+ കിട്ടി. എല്ലാവരും അവനെ ആദരിച്ചു. ആ കൂട്ടത്തിൽ മദ്രസ കമ്മിറ്റിയും ആദരിച്ചു. അതൊക്കെ വേണ്ടത് തന്നെയാണ്, ആവശ്യമുള്ള കാര്യം തന്നെയാണ്. +2ൽ ചേർന്നു, സയൻസ് എടുത്തു, അല്ലെങ്കിൽ മറ്റ് ഗ്രൂപ്പുകൾ അവർ ഇഷ്ടപ്പെട്ട ഗ്രൂപ്പുകൾ എടുത്തു, നല്ല മാർക്കോട് കൂടി ഫുൾ A+ വാങ്ങി. അതെല്ലാം കഴിഞ്ഞപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് അവന് തോന്നി ഇനി എന്താ പഠിക്കേണ്ടത്, നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്, നല്ല IQ ഉള്ള കുട്ടിയാണ്, അതുകൊണ്ട് തന്നെ എന്ത് പഠിക്കണം എന്ന് തീരുമാനിച്ചപ്പോ ഇനി IAS ചേരാം എന്ന് തീരുമാനിച്ചു. വളരെ ശക്തമായ പഠനങ്ങൾ ശക്തമായി നടക്കേണ്ടുന്ന, കൂലങ്കശമായി പരിശോധിക്കുന്ന മേഖലയാണ് IAS. അതിൽ ചേർന്നിട്ട് പ്രിലിമിനറി പാസ്സായി, ഒരു കടമ്പയാണ്. അത് കഴിഞ്ഞ് മെയിൻ പാസ്സായി, അതിനേക്കാൾ വലിയ കടമ്പയാണ്. പിന്നീട് അങ്ങോട്ട് ഇന്റർവ്യൂ ആണ്. ആ ഇന്റർവ്യൂവിൽ ലോകത്തുള്ള എന്ത് കാര്യത്തെക്കുറിച്ച് ചോദിച്ചാലും ഉത്തരം പറയണം. ആ രൂപത്തിൽ എന്തൊരു കാര്യമുണ്ടോ ലോകത്തവൻ അറിയാത്തതായിട്ടൊന്നും ഉണ്ടാകാൻ പാടില്ല. ആ രൂപത്തിൽ അവൻ പഠിക്കണം. അങ്ങനെ ആ ഇന്റർവ്യൂവിലും അവൻ പാസ്സായി. അങ്ങനെ അതവൻ ഒരു ജില്ലയുടെ മേധാവിയായി, കളക്ടറായി അവന് ചാർജ് എടുത്തു. കാണുന്ന സ്ഥലങ്ങളിലൊക്കെ പോലീസുകാർ അവന് സല്യൂട്ട് ചെയ്യുന്നു. ആളുകൾക്കിടയിലൊക്കെ ആദരവാണ്. അങ്ങനെ ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി അവൻ ജീവിച്ചു. അവൻ മുന്നോട്ട് പോയി. കുറെ കഴിഞ്ഞപ്പോൾ അവൻ റിട്ടയർഡായി.
റിട്ടയർഡ് ആയപ്പോ മുൻ ജില്ലാ കളക്ടർ എന്ന ആളുകൾ പറയാൻ തുടങ്ങി. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോ അവനും മരിച്ചു. ഇന്നക മയ്യിത്തുൻ ഫഇന്നഹും മയ്യിത്തൂൻ, നീ മരിക്കും, എല്ലാരും മരിക്കും എന്ന് പറഞ്ഞതുപോലെ അവനും മരിച്ചു. പിന്നെ എവിടേക്കാണ്? പിന്നെ അവനെ കുഴിയിൽ കൊണ്ടുവച്ചു. ആ ഖബറിൽ അവനെ കൊണ്ടുവച്ചു. കുറെ കഴിഞ്ഞപ്പോ 2 മലക്കുകൾ വന്ന് ചോദിച്ചു, മൻ റബ്ബുക, അവന് പറയാൻ കിട്ടുന്നില്ല. മാ ദീനുക, നിന്റെ ദീനേതാ പറയാൻ കിട്ടുന്നില്ല. മൻ ഇമാമുക, നിന്റെ ഇമാമാരാ പറയാൻ കിട്ടുന്നില്ല. അവൻ അന്തം വിടുകയാണ്. ആ ഖബറിൽ വെച്ചുകൊണ്ട് അവനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ദുനിയാവിൽ അവൻ വമ്പനാണ്, ദുനിയാവിൽ അവൻ കൊമ്പനാണ്, സ്ഥാനമുള്ളവനാണ്, കലക്ടറാണ്, എല്ലാമാണ്. എന്നാൽ ആ ജീവിതകാലത്തിനുടനീളവും അത് കഴിഞ്ഞ് അവന്റെ ഖബറിലും അവന് തുണയാകുന്ന ആ മതവിദ്യാഭ്യാസം അവന് നേടാൻ കഴിഞ്ഞില്ല. ഇതെല്ലാം നേടുന്നതോടുകൂടി അവൻ അല്പസമയം മതം പഠിക്കുവാനോ മതത്തിന്റെ ചുറ്റുപാടിലോ ജീവിച്ചിരുന്നുവെങ്കിൽ ഇതെല്ലാം അവന് നേടാമായിരുന്നു. ഈ ഒരു മദ്രസകളിലോ അതുപോലെയുള്ള മതപഠന വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന മേഖലകളിലോ അവൻ പോയിട്ടുണ്ട് എങ്കിൽ എവിടെയും അവന് തുണയായി, തണലായി ആ പറയുന്ന മതത്തിന്റെ ചിന്തകൾ അവരോടൊപ്പം ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ, അഥവാ ഖബറിൽ വെച്ചുകൊണ്ട്, ജീവിത കാലഘട്ടത്തിലും ഖബറിൽ വെച്ചുകൊണ്ടും നമ്മുടെ മുമ്പിൽ മതപരമായ അറിവില്ലാത്തതിന്റെ പേരിൽ അതൊരു ചോദ്യചിഹ്നമായി മാറാതിരിക്കാൻ മദ്രസകൾ അവിടുന്ന് തൊട്ട് നമ്മുടെ പഠനങ്ങൾ പരമാവധി കഴിയുന്നിടത്തോളം അതിനോട് ബന്ധം പുലർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. അങ്ങനെ ബന്ധമുള്ള ഒരു കുട്ടിയെ ഇന്ന് നമ്മുടെ മക്കളൊക്കെ ഒരു പ്രശ്നമാണ്. കാരണം അവർ കേരളത്തിൽ പഠിക്കുന്നില്ല, കേരളത്തിൽ പഠിക്കാൻ സ്ഥാപനങ്ങളുമില്ല. വലിയ സ്ഥാപനങ്ങളിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലില്ല. അവർ പോകുന്നത് തമിഴ്നാട്ടിലോ കർണാടകയിലോ കാനഡയിലോ ഡൽഹിയിലോ അതുപോലെയുള്ള മറ്റ് സ്ഥലങ്ങളിലാണ് പോകുന്നത്. എന്ത് ധൈര്യത്തിലാണ് നമ്മൾ പറഞ്ഞയക്കുന്നത്? തിരിച്ചു വരുമ്പോ നമ്മുടെ കുട്ടി ഉണ്ടാവൂല. ചിലപ്പം ഒന്നുകിൽ മയക്കുമരുന്നുകൾ അടിമപ്പെട്ടു പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ അനാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു പോയിട്ടുണ്ടാകും, വേഷവിധാനങ്ങളിലും അതുപോലെയുള്ള കാര്യങ്ങളിലും ശ്രദ്ധയില്ലാത്തവനായി പോയിട്ടുണ്ടാകും. ഒരു കല്യാണം അന്വേഷിച്ചാൽ എനിക്കിപ്പോ വേണ്ട കല്യാണം, കാരണം അവർ ഗെറ്റ് ടുഗദർ എന്ന് പറഞ്ഞുകൊണ്ടോ മറ്റേതെങ്കിലും രൂപത്തിലോ അവർ ആരെയെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടാകും. അങ്ങനെയുള്ള അവസ്ഥകളിലേക്ക് മാറിപ്പോയി ആ കുട്ടികൾ നമ്മുടേതല്ലാതെ ആയി മാറി. എന്നാൽ ആ മദ്രസകൾ തൊട്ടേ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ അത് ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ആ മദ്രസകളിലൂടെ മുന്നോട്ട് പോവുകയും മതവേദികളിൽ ഈ ഭൗതിക പഠനത്തോടൊപ്പം അവർക്ക് സൗകര്യപ്പെടുന്ന വിധത്തിലുള്ള വേദികളിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അവരെ ധൈര്യമായി എവിടത്തേക്കും പറഞ്ഞേക്കാമായിരുന്നു. കേരളം വിട്ട് എവിടത്തേക്കും അവരെ ട്രെയിനിൽ യാത്ര ചെയ്യിക്കാം, വേറെ കോളേജുകളിൽ കൊണ്ടുപോയി ചേർക്കാം, ഏത് ഹോസ്റ്റലുകളിലും അവരെ ചേർക്കാം, ഏത് രാജ്യത്തും അവരെ പഠിപ്പിക്കാം. കാരണം അവർക്ക് ആ ബോധം അവരിൽ ഉണ്ടാകും. ഏത് ബോധം? ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം മകനോട് പറഞ്ഞ ആ ബോധം മദ്രസകളിൽ വെച്ചേ ലഭിക്കൂ. അത് ഭൗതിക പാഠശാലകളിൽ ലഭിക്കൂല. അത് ഇസ്ലാമികമായ കുടുംബത്തിൽ വെച്ചേ ലഭിക്കൂ, മറ്റിടത്തുനിന്ന് ലഭിക്കില്ല. എന്താണത്? യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ്. പൊന്നുമോനെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ ഒരു കാര്യം ചെയ്താൽ, ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ട് എങ്കിൽ ആകാശങ്ങളിലോ ഭൂമിയിലോ പാറക്കൂട്ടങ്ങൾക്കിടയിലോ എവിടെയാകട്ടെ പടച്ചോൻ അതിനെ കൊണ്ടുവരുട്ടോ എന്ന് പറയുന്ന ഒരു നിരീക്ഷണ ബോധം, പടച്ചവൻ എന്നെ കാണുന്നുണ്ട് എന്ന ഒരു ബോധം അവന്റെ മനസ്സുകളിലേക്ക് നിറച്ചു വെച്ചിരുന്നുവെങ്കിൽ അത് മദ്രസകളിൽ നിന്ന് ലഭിക്കും. അത് കിട്ടിയിട്ടുണ്ട് എങ്കിൽ അവന് എവിടെയും പോകാമായിരുന്നു, ഏത് വിദ്യാഭ്യാസവും നേടാമായിരുന്നു, അവൻ വഴിതെറ്റി പോകുമായിരുന്നില്ല. എന്നാൽ അത്തരത്തിലുള്ള ഒരു അവസ്ഥ ആ കുട്ടികളിൽ ഇല്ലാത്തതിന്റെ പേരിൽ അവർ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കാത്ത, നമ്മൾ വിചാരിക്കുക പോലും ചെയ്യാത്ത, സ്വപ്നത്തിൽ പോലും കാണാത്ത വിധത്തിലുള്ള വഴികളിലൂടെയാണ് അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് ജീവിതഗന്ധിയാവണം മദ്രസ എന്ന് പറയുന്നത്. ആ മദ്രസക്ക് അതിനനുസരിച്ചുള്ള പ്രാധാന്യം നമ്മുടെ മനസ്സിലുണ്ടാകണം.
നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകണം, നമ്മുടെ മഹല്ലുകളിൽ ഉണ്ടാകണം. അതിൻ്റെ എല്ലാ രൂപത്തിലുള്ള സൗകര്യങ്ങളും മറ്റെന്തിനേക്കാളും അധികമായി നാം ഒരുക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, നമ്മുടെ മദ്രസകൾ എന്ന് പറയുന്നത്, ഇന്നത്തെ വിദ്യാഭ്യാസ രീതി എന്ന് പറയുന്നത് ഡിജിറ്റൽ രൂപത്തിലുള്ളതാണ്. സ്മാർട്ട് ക്ലാസ് റൂമുകളാണ്. അഥവാ എല്ലാ സൗകര്യങ്ങളും, ലോകത്തിന്റെ ഏത് മുക്കിലും മൂലകളിലുമുള്ള അറിവുകൾ ക്ലാസ് റൂമിൽ വെച്ചുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ക്ലാസ് റൂം സിസ്റ്റമാണ് ഇന്ന് വിദ്യാഭ്യാസ രംഗത്തുള്ളത്. എന്നാൽ നമ്മുടെ മദ്രസകളിലോ? നമ്മുടെ മദ്രസകൾ നാം പരിശോധിക്കൂ. നമ്മുടെ ജീവിതകാലത്തും മരണത്തിന് ശേഷവും നമുക്ക് ഉപകാരപ്പെടേണ്ടുന്ന നമ്മുടെ മദ്രസകളുടെ വിസ്തീർണം എത്രയാണ്? ഒരു 500 1000 സ്ക്വയർ ഫീറ്റ് വരുന്ന ആ സ്ഥലത്തിടയിൽ 6 7 ക്ലാസുകളാണ് നമ്മൾ നടത്തുന്നത്. കാലൊടിഞ്ഞ ബെഞ്ചുകളാണ് അവിടെയുള്ളത്. പണ്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു 3 കാലിലുള്ള ഒരു ബോർഡ്, അത് തന്നെ ഒരു കാല് പോയിട്ടുണ്ടാകും. എന്നിട്ട് ഏതെങ്കിലും ഒരു മൂലയെ ചാരി വെച്ച ഒരു ബോർഡുമാണ് ഉണ്ടാവുക. അവിടുത്തെ പഠന രീതികളും പഠന സമയങ്ങളും, ഒരു കുട്ടി അരമണിക്കൂർ, ഒരു വീട്ടിൽ നിന്ന് വരുന്ന ഇരട്ടയായ 2 കുട്ടികളുടെ ഒരു തമാശക്കൊരു കഥ പറയാറുണ്ട്. അങ്ങനെ 2 കുട്ടികളിൽ ഒരു കുട്ടി അരമണിക്കൂർ സമയം കഴിഞ്ഞാൽ അവൻ പോകും. അവൻ പോകുമ്പോഴാണ് മറ്റേ കുട്ടി വരിക. മറ്റേ കുട്ടി വരുന്നത് അവൻ പോയി കുറെ കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോഴാണ് അവർ പറയുന്നത്, നിങ്ങൾ ഒരിക്കലും ഭക്ഷണം കഴിക്കാൻ പാടില്ല, നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല, ഭക്ഷണം കഴിക്കാൻ പാടില്ല, ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് കുട്ടി രാത്രി വന്ന് ആദ്യം പോയവർ വീട്ടിൽ നിന്ന് ഇങ്ങനെ വായിക്കണമെന്ന് പറഞ്ഞു. ഭക്ഷണം കഴിക്കാൻ പാടില്ല, ഭക്ഷണം കഴിക്കാൻ പാടില്ല. എന്താ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് മദ്രസയിൽ നിന്ന് പഠിപ്പിക്കേ? അപ്പൊ അത് കഴിഞ്ഞപ്പോ മറ്റേ കുട്ടി അതിന്റെ കൂടെയുള്ള കായ്മൻ, നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല. അപ്പൊ കുട്ടിയെ കായ്മെന്ന് പഠിപ്പിക്കുന്നതിന്റെ മുമ്പേ ആദ്യത്തെ കുട്ടി പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഓൻ വായിക്കുന്നത് ഭക്ഷണം കഴിക്കാനേ പാടില്ല. അപ്പൊ ആകെ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ മാത്രമാണ് ഇംഗ്ലീഷ് മീഡിയം ബസ്സും ബാക്കിയുള്ള ബസ്സുകളൊക്കെ അവിടെ കാത്തു നിൽക്കുകയാണ്. അതുകൊണ്ട് സൗകര്യപ്രദമാകുന്ന രൂപങ്ങൾ ഓരോ നാടിനപേക്ഷിച്ചുകൊണ്ട് എങ്ങനെയാണോ അത് ആ രൂപത്തിലുള്ള പഠന സമയങ്ങൾ ക്രമീകരിക്കുകയും ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെട്ടതാക്കുകയും അവിടെയുള്ള ജോലിക്കാരായ അധ്യാപകർക്ക് മാന്യമായ ശമ്പളം നൽകുകയും ചെയ്തുകൊണ്ട് ഒരു സംവിധാനം നാട്ടിൽ മദ്രസയുടെ വിഷയത്തിൽ ഉണ്ടാകണം. അപ്പൊ നോക്കൂ നിങ്ങൾ, ഗ്യാസിന്റെ വില എത്ര? ഇപ്പോ 1200 രൂപന്റെ അടുത്താണ്. നമ്മൾ മത്തി വാങ്ങണമെങ്കിൽ കാശ് എത്ര വേണം? ഒരു അധ്യാപകൻ കൊടുക്കുന്ന കാശ് എത്ര? ഒരു നാട്ടിൽ എത്ര ആളുകൾ ഉണ്ടാകും? എത്ര മെമ്പർമാരുണ്ടാകും? എത്ര കുട്ടികളുണ്ടാകും? രക്ഷിതാക്കൾ ഉണ്ടാകും? ഒരു കടയിൽ കയറി ഒരു നേരം നമ്മൾ ഭക്ഷണം കഴിച്ചാൽ, നന്നായിട്ട് വിശപ്പ് മാറുന്ന ഒരു ഭക്ഷണം കഴിച്ചാൽ 10 150 200 രൂപ. എന്നാൽ ഒരു മാസത്തിൽ നമ്മുടെ മദ്രസയ്ക്ക് കൊടുക്കുന്ന പിരിവോ 20 രൂപ, 25 രൂപ, 50 രൂപ അല്ലെ? അതൊന്ന് കൂടിപ്പോയാൽ വലിയ പ്രശ്നങ്ങളാണ് നാട്ടിൽ, വലിയ കോലാഹലങ്ങളാണ് നാട്ടിൽ. മാന്യമായ രൂപത്തിൽ ജീവിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ശമ്പളം അധ്യാപകന്മാർക്ക് നൽകിക്കൊണ്ട് അവരിൽ നിന്ന് അതിനനുസൃതമായ സേവനം ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന വിധത്തിലുള്ള സംവിധാനം ഈ മദ്രസ രംഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കൂ. ഏത് ലക്ഷ്യം? പടച്ചോൻ എന്നെ കാണുന്നുണ്ട് എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുന്ന വിധത്തിലുള്ള കുട്ടികളെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. രക്ഷിതാക്കൾ അവരോടൊപ്പം ഉണ്ടാകണം. മദ്രസകളിൽ മീറ്റിങ്ങുകൾ വിളിച്ചാൽ നമുക്കറിയാലോ, ആ മീറ്റിങ്ങുകൾ വിളിച്ച ആരുണ്ടാവാറ്? ഒരു 10 പെണ്ണുങ്ങൾ ഉണ്ടാകും, ആണുങ്ങൾ ആരുമില്ല. അതിന്റെ അപകടം നാം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഓരോ വീടുകളിലും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു, കണ്ണീരൊലിപ്പിച്ചു കൊണ്ടിരിക്കുന്നു രക്ഷിതാക്കളായ ആളുകൾ. എന്തുകൊണ്ട്? മദ്രസകൾ മര്യാദക്ക് നടക്കുന്നില്ല എന്നതിന്റെ അപകടമാണ്, ദുരന്തമാണ് നമ്മുടെ കുടുംബങ്ങളിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. മാതാപിതാക്കളായ ആളുകൾ അനുഭവിക്കുന്നതും അതുതന്നെയാണ്. അതുകൊണ്ട് മദ്രസ സംവിധാനത്തെ ഏറ്റവും നല്ല രൂപത്തിൽ അതിനെ മാറ്റിയെടുക്കുവാൻ വേണ്ടി നാം ഓരോരുത്തരും ശ്രമിക്കുകയും എല്ലാവരുടെയും പങ്കാളിത്തം അതിലുണ്ടായിക്കൊണ്ട് വേണ്ട രൂപത്തിലുള്ള ബന്ധങ്ങളും കാര്യങ്ങളും എന്താണോ അത് ആലോചിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടതുണ്ട്. ഞാൻ ഓതിവെച്ച സൂറത്തു തൂറിലെ വിശുദ്ധ ഖുർആനിലെ ആ വചനം, അങ്ങനെ ജീവിക്കുന്ന ആളുകൾ, വല്ലദീന ആമനു, വിശ്വാസികളായ ആളുകൾ, വത്തബഅതുഹും ദുർരിയ്യതുഹും ബിഈമാനിൻ, ഈ ഈമാനോട് കൂടി അവരെ പിന്തുടരുന്ന മക്കളും. ഈമാനുള്ള നമ്മൾ
അങ്ങനെ ആ ഈമാനോടുകൂടി നമ്മെ പിന്തുടരുന്ന നമ്മുടെ മക്കൾ, ആ മക്കളും അൽഹഖ്നാ ബിഹിം ദുരിയതഹും, അവരുടെ മക്കളെ അവരുമായി നാം ചേർത്ത് കൊടുക്കുന്നതാണ്. അവരുടെ മക്കളെ അവരുമായി നാം ചേർത്ത് കൊടുക്കുന്നതാണ്. കാരണം ഈമാനോട് കൂടിയുള്ള മക്കളാണ്, ഈമാനോട് കൂടിയുള്ള രക്ഷിതാക്കളാണ്. അതുകൊണ്ട് അവരോടൊപ്പം ആ മക്കളെയും നാം ചേർത്ത് കൊടുക്കുന്നതാണ്. വമാ അലഖ്നാഹും മിൻ അമലിഹിം മിൻ ശൈ, അവരുടെ പ്രവർത്തനങ്ങളിൽ യാതൊന്നും തന്നെ നാം കുറവ് വരുത്തുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരികയാണ്. അങ്ങനെയുള്ള ആ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്നിട്ടുള്ള അത്തരത്തിലുള്ള വിദ്യാർത്ഥികളായി, മക്കളായി, കുടുംബമായി വളരുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കുമാറാവേണ്ടതുണ്ട്. ബിരുദങ്ങളുടെ അക്ഷരക്കൂട്ടങ്ങൾ കൊണ്ട് യാതൊരു പ്രയോജനങ്ങളും ഉണ്ടാവില്ലെന്നും അതെല്ലാം ആവശ്യമാണ്, നേടേണ്ടതാണ്. അതോടുകൂടി ഭൗതിക ജീവിതത്തിന്റെ ഈ മാറ്റങ്ങളോടുകൂടി മതപരമായ നേട്ടങ്ങൾ കൂടി കരസ്ഥമാക്കിയിട്ടില്ലെങ്കിൽ ജീവിതവും നഷ്ടമായി, ഭൗതിക ജീവിതവും നഷ്ടമായി, ആഖിറവും നഷ്ടമാകുന്ന അവസ്ഥയുണ്ടായിത്തീരും എന്ന തിരിച്ചറിവ് ഓരോ രക്ഷിതാക്കൾക്കും, ഓരോ മാതാവിനും പിതാവിനും ഉണ്ടാവുകയും നമ്മുടെ ഒരു ഐഡന്റിറ്റിയാണ് മദ്രസ എന്ന് പറയുന്നത്. മുസ്ലിം ഉമ്മത്തിന്റെ ഐഡന്റിറ്റിയാണ് മദ്രസ എന്ന് പറയുന്നത്. അത് ഇല്ലാതെയാക്കാനാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ പല ഭരണാധികാരികളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതില്ലാതെ പോയാൽ ഈ സംസ്ഥാനം നാൽക്കാലികളെ പോലെ ഇങ്ങനെ തെണ്ടി നടക്കുന്ന ഒരു വിഭാഗമായി മാറും. അതുകൊണ്ട് നമ്മുടെ ഐഡന്റിറ്റിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, നമ്മുടെ ഇജ്ജത്താണ്, നമ്മുടെ പ്രതാപമാണ്, നാടിന്റെ കാവലാളികളായി ഈ കുട്ടികൾ മാറേണ്ടതുണ്ട്. ഒരു അറബി കവി അവരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതും അങ്ങനെ തന്നെയാണ്. പാഠശാലകളിൽ പഠിക്കുന്ന കുട്ടികളെ, നിങ്ങളിൽ ഞങ്ങൾക്ക് ഏറെ പ്രതീക്ഷകളുണ്ട്. ഭാവിയിൽ ഈ നാട് നയിക്കേണ്ടവരാണ് നിങ്ങൾ, ഇവിടെ തണലാകേണ്ടവരാണ്, ഇവിടെ തുണയാകേണ്ടവരാണ്. എന്നിട്ട് അവരുടെ ഉത്തരവാദിത്വം പറയുന്നുണ്ട് ആ വരികളിൽ. നാട്ടിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും മയക്കുമരുന്നുകളുടെ വ്യാപനവും മദ്യപാനവും ഇങ്ങനെയൊക്കെയുള്ള വേണ്ടാത്ത കാര്യങ്ങൾ ഉണ്ടായിത്തീരുമ്പോ വിവരമുള്ള വിദ്യാർത്ഥികളെ, നിങ്ങൾ അവിടെ പൂർണ്ണചന്ദ്രന്മാരായി ഉദയം ചെയ്യുകയും നാടിന്റെ അനാശ്വാസ പ്രവർത്തനങ്ങൾക്കെതിരെ നിങ്ങൾ സംഘടിതമായി സമരങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യണമെന്ന്, അങ്ങനെയുള്ള ഒരു തലമുറയെയാണ് നമുക്കാവശ്യം. അതുണ്ടാവണമെങ്കിൽ മതപരമായ ബോധമാണ് അടിസ്ഥാനപരമായിട്ടുണ്ടാകേണ്ടത്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ലഭിക്കുന്നത് മദ്രസകളിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കി അതിനെ പരിപോഷിപ്പിക്കുക, വളർത്തുക, പോരായ്മകൾ ഉണ്ടെങ്കിൽ നികത്തുക. എപ്പോഴും നമ്മുടെ ഒരു കണ്ണ് മാത്രമല്ല, രണ്ട് കണ്ണും ആ മദ്രസയുടെ നേരെയുണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉത്ബോധനം മനസ്സുകളിൽ സൂക്ഷിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ, അത് പ്രാവർത്തികമാക്കേണ്ട വിധത്തിൽ പ്രാവർത്തികമാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വലാത്തൻ തദൂം ബിഹി ഇലാ യൗമിൽ ഹിസാബ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഉസീകും ഇബാദല്ലാഹി വ നഫ്സി സാനിയം ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. രണ്ട് സംശയങ്ങൾ ഇപ്പോൾ എൻ്റെ കൈകൾ ലഭിക്കുകയുണ്ടായി. അതിലൊന്ന്, മഗ്രിബ് ബാങ്ക് വിളിച്ചതിന് ശേഷം അതിനു മുമ്പും നമസ്കാരമുണ്ടോ എന്നാണ്. നമസ്കാരം വിരോധിക്കപ്പെട്ട സമയങ്ങളിൽപ്പെട്ട സമയമാണ് ഈ സൂര്യാസ്തമയം വന്നത് മുതൽ ബാങ്ക് വിളിക്കുന്നത് വരെയുള്ള സമയം. നമസ്കാരം വിരോധിക്കപ്പെട്ട സമയമാണ്. ആ സമയത്ത് നമസ്കാരം പാടില്ല എന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരായ ആളുകളും പറഞ്ഞത്. എന്നാൽ മയ്യത്ത് നമസ്കാരം പോലെയുള്ള നമസ്കാരം ആ സമയത്തേക്കാണ് ഹാജരാക്കപ്പെട്ടത് എങ്കിൽ നമസ്കരിക്കാവുന്നതാണ്.
തഹിയ്യത്ത് പോലുള്ള നമസ്കാരമല്ല, മയ്യത്ത് നമസ്കാരം പോലുള്ള നമസ്കാരം നിസ്കരിക്കുക. പിന്നെ മഗ്‌രിബിന് ശേഷമുള്ള സുന്നത്ത് നമസ്കാരം എന്ന് പറയാൻ മുമ്പ് മിമ്പറിൽ വെച്ചുകൊണ്ട് തന്നെ ആ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു നമസ്കാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അതിന് ഹദീസുകളുണ്ട്. ഹദീസുകളുടെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമസ്കരിക്കുക. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഒരു റവാത്തിബ് സുന്നത്തിനെ പോലുള്ള സുന്നത്തല്ല അത്. നമ്മൾ ളുഹറിന് മുമ്പും പിമ്പും 2 റക്അത്ത്, മഗ്‌രിബിന് ശേഷം 2 റക്അത്ത്, ഇശാക്ക് ശേഷം 2 റക്അത്ത്, ഇങ്ങനെ നിസ്കരിക്കുന്ന റവാത്തിബ് സുന്നത്തുകളുണ്ടല്ലോ. ഈ സുന്നത്തുകളുടെ ഗണത്തിൽപ്പെട്ട സുന്നത്തല്ല ഈ പറഞ്ഞ മഗ്‌രിബ് ബാങ്ക് വിളിച്ചതിന് ശേഷമുള്ള 2 റക്അത്ത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഹദീസിനെ കുറിച്ച് പറഞ്ഞ സമയത്തും ഉദ്ദേശിക്കുന്ന ആൾ വേണമെങ്കിൽ ചെയ്തോളൂ എന്ന അർത്ഥത്തിലാണ് പ്രവാചകൻ ചെയ്തിട്ടുള്ളത്. പണ്ഡിതന്മാരായ ആളുകൾ ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അനുഷ്ഠിക്കുന്ന ആളുകൾ തന്നെ സ്ഥിരമായി അത് ചെയ്യരുത് എന്നാണ്. സ്ഥിരമായി ചെയ്യരുത്, എന്നും നിസ്കരിക്കുമ്പോൾ തന്നെ എപ്പോഴെങ്കിലുമൊക്കെ നിസ്കരിക്കാവൂ, അപ്പോഴേ ആ ഹദീസിനോട് യോജിച്ചു വരൂ എന്നതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംശയ നിവാരണം. ഇൻഷാ അല്ലാഹ്, അല്ലാഹു അഅലം ബിമുറാദി. രണ്ടാമത് ചോദിച്ചിട്ടുള്ളത് ബലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. കടമുള്ള ആളുകൾ ബലി അറുക്കൽ നിർബന്ധമാണോ എന്ന്. കടം പല രൂപത്തിലുണ്ടാകാം. ജീവിതത്തിൽ കടമില്ലാത്ത മനുഷ്യന്മാരൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപൂർവം ചില വ്യക്തികൾ തീരെ കടമില്ലാത്തവരുണ്ടാകും. കടങ്ങൾ പല വിധത്തിൽ വീട്ടാനുള്ളത്, പിന്നെ വീട്ടേണ്ടത്, വർഷങ്ങൾ കഴിഞ്ഞ് വീട്ടേണ്ടത്, നമ്മുടെ സാമ്പത്തിക നിലയുമായി ബന്ധപ്പെട്ടത്, അത് ഏത് വിധത്തിലുള്ള കടമാണ് എന്നത് ചോദ്യകർത്താവും അതുപോലുള്ള ആളുകളും തീരുമാനിക്കേണ്ടത്. ഞാൻ കടം വന്ന് വലഞ്ഞ മുടിഞ്ഞ എനിക്ക് തന്നെ അത് വീട്ടാൻ കഴിയാത്ത ഒരു അവസ്ഥയിലുള്ള ഒരാളാണ് എങ്കിൽ അയാൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഉതിരുണ്ട്. എന്നാൽ അത് വീട്ടാനുള്ള വന്നിട്ടുള്ള കടം വീട്ടാനുള്ള സൗകര്യവും സാമ്പത്തിക അവസ്ഥയും ഭദ്രതയും അയാൾക്കുണ്ട് എങ്കിൽ അയാൾ ബലികർമ്മത്തിലും ഇതുപോലെ തന്നെ പങ്കാളിയാകേണ്ടതാണ്. ആ വീട്ടാനുള്ള ബാധ്യതയും അവസ്ഥകളും അതിനുള്ള സൗകര്യങ്ങളും അദ്ദേഹത്തിന്റെ അടുക്കൽ ഉണ്ട് എന്നതിനാൽ. എന്നാൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ അയാൾ മുടിഞ്ഞ കടത്തിൽ അകപ്പെട്ടു പോവുകയും വീട്ടാൻ പറ്റാത്ത അവസ്ഥയാണ് സ്വയമേ എങ്കിൽ അയാൾ ഈ പറഞ്ഞ ബാധ്യതയിൽ നിന്ന്, മുമ്പ് നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ അതിൻ്റെ വളരെ വലിയ ഗൗരവമൊക്കെ പറഞ്ഞിരുന്നു, ആ ഗൗരവത്തിൽ നിന്ന് അയാൾ ഒഴിവാകുന്നതാണ്. ഇത് ഈ പറഞ്ഞ കാര്യം സ്വയം ഓരോരുത്തരുമാണ് തീരുമാനിക്കേണ്ടത്. ഇത് കൊടുക്കേണ്ടതോ എന്ന് ഓരോട് നമുക്ക് പറയാൻ പറ്റൂല, നീയാണ് കൊടുക്കേണ്ടത് എന്നൊരാളോട് നമുക്ക് പറയാൻ പറ്റൂല. അവനവനാണ് ഈ വിഷയത്തിൽ എനിക്ക് കഴിയോ, നിന്റെ കടം എങ്ങനെയുള്ളതാണ് എന്ന് തീരുമാനിക്കേണ്ടത്. അല്ലാഹു അഅലം. 1-2 ആളുകൾ സുഖമില്ലാതെ ഹോസ്പിറ്റലുകളിൽ കഴിയുന്നവരുണ്ട്. ഒരു സഹോദരി ഓപ്പറേഷൻ കഴിഞ്ഞ് ഹോസ്പിറ്റലിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിക്ക് രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു സഹോദരി പ്രാർത്ഥന കൊണ്ട് വസിയ്യത്ത് നൽകിയിട്ടുണ്ട്. തൻ്റെ ഗർഭസ്ഥ ശിശുവിന് ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളുണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഗർഭസ്ഥ ശിശുവിൻ്റെ എന്ത് പ്രശ്നങ്ങളായിരുന്നാലും പഠിച്ചവന് മാറ്റാൻ പറ്റാത്ത അസുഖങ്ങളൊന്നുമില്ല. പ്രസവ സമയമാകുമ്പോഴേക്ക് അത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറ്റിക്കൊടുത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആകെ സമ്പാദ്യം ഞങ്ങളുടെ മക്കളാണ്. ആ മക്കൾ വാർത്തെടുക്കപ്പെടുന്നത് ഞങ്ങളുടെ മദ്രസകളിലൂടെയാണ്. അതുകൊണ്ട് ആ മദ്രസകളിലൂടെ വാർത്തെടുക്കപ്പെടുന്ന ദീനീ ബോധമുള്ള മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ മാറ്റിത്തരണമേ തമ്പുരാനെ. അത്രയും വലിയ ആ സംരംഭം അഥവാ മദ്രസകൾ എന്ന് പറയുന്ന ആ സംരംഭത്തെ ഞങ്ങളുടെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണമേ റബ്ബേ. അതിനുവേണ്ടി ചെലവഴിക്കപ്പെടുന്ന ഓരോ ചെലവഴികളിലും, അതിനുവേണ്ടി ചെലവഴിക്കപ്പെടുന്ന വിയർപ്പ് തുള്ളികൾ പോലും ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഞാൻ ചെയ്യുന്ന മഹത്തായ കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ മദ്രസകളുമായി എപ്പോഴും ബന്ധം പുലർത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണമേ തമ്പുരാൻ. ഈമാനോടുകൂടി ജീവിച്ച് അങ്ങനെ തന്നെ മരണപ്പെട്ടു പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണമേ തമ്പുരാൻ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.